നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും വളരെ ഉയരങ്ങളിലാണ്. ഇവിടെ നിന്ന് പൊട്ടിത്തകർന്ന് താഴെ വീഴുമോ? എല്ലാവരും പേടിച്ച് നോക്കുന്ന ഒരു കാര്യമാണ്. മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിങ്ങും ചെറിയ കറക്ഷൻസും ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു ഡൗട്ടും ഇല്ല. അത് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ ഉണ്ടാകാം. എന്നാൽ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് 2008 പോലെ അല്ലെങ്കിൽ 2020 പോലെ ഒരു 50% മാർക്കറ്റ് കറക്ഷൻ നിഫ്റ്റിയിൽ വരാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുൻപ് എന്നൊക്കെ നമ്മുടെ മാർക്കറ്റിൽ വലിയ കറക്ഷൻസ് വന്നിട്ടുണ്ട്, അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാരണം ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നേരിടുന്നുണ്ടോ, ഇന്ത്യൻ എക്കണോമി നേരിടുന്നുണ്ടോ? അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോബ്ലം ഇല്ലെങ്കിൽ ഒരിക്കലും 50% ഒരു കറക്ഷൻ നിഫ്റ്റിയിൽ വരുത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കറക്റ്റ് കേസ് സ്റ്റഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു എക്കണോമി അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് 50% ഒരു കറക്ഷൻ വരണമെങ്കിൽ ആ ഒരു എക്കണോമിയുടെ ബേസിക് സ്ട്രക്ചറിൽ കാര്യമായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകണം. 2008 നോക്കുകയാണെങ്കിൽ US എക്കണോമിയിൽ അത്തരത്തിലുള്ളൊരു മേജർ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുൻപ് എന്നൊക്കെയാണ് വലിയ കറക്ഷൻസ് മാർക്കറ്റിൽ വന്നത്? ഏറ്റവും ആദ്യം 1992 ഹർഷത് മേത്ത സ്കാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹർഷത് മേത്ത സ്കാമാണ്. ഹർഷത് മേത്തയുടെ കൂട്ട് ഒരാൾ അൺവാണ്ടഡ് ആയിട്ട് കിട്ടാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തു നിന്നും മാക്സിമം ലിവറേജർ ആയിട്ടുള്ള മണി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി പമ്പ് ചെയ്യുകയും സ്റ്റോക്കിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂട്ടുകയും ചെയ്തു. അത് മാത്രമായിരുന്നില്ല അന്നത്തെ ഒരു പ്രോബ്ലം. അന്ന് ഇന്ത്യൻ എക്കണോമി സിസ്റ്റത്തിൽ തന്നെ വലിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, 1989-ലും 90-ലും ഇന്ത്യൻ എക്കണോമി ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബാഡ് സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത്. നമ്മുടെ RBIയിൽ ഉണ്ടായിരുന്ന ഗോൾഡ് പോലും പണയം വയ്ക്കുന്ന സാഹചര്യം ഇന്ത്യ അന്ന് ആ സമയത്ത് നേരിട്ടിട്ടുണ്ടായിരുന്നു. 92 നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റിലായിരുന്നു. ഒരു ഫിസിക്കൽ മാനേജ്മെൻറ്റിൽ നമ്മളന്ന് കൺസേൺസ് നേരിട്ടിരുന്നു. അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റും ഭയങ്കര ഹൈ ആയിരുന്നു. ഗവൺമെൻറ്റിന് കടമെടുക്കുന്ന പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ പോലും വലിയ ഡൗട്ട് നേരിടുന്നൊരു സമയമായിരുന്നു. ഇൻഫ്ലേഷനും ഭയങ്കര ഒരു ഹൈ ആയിരുന്നു. അതുമാത്രമല്ല ഡെപ്റ്റ് ടു GDP അതും ഒരു അത്ര വലിയൊരു ഫിഗേഴ്സിലല്ലാത്ത എല്ലാ എക്കണോമി ഇൻഡിക്കേറ്റേഴ്സും ഒരു ബാഡ് സിറ്റുവേഷനിൽ നിൽക്കുമായിരുന്നു. 2020 ആണ് രണ്ടാമത്തെ അത്തരത്തിലൊരു കറക്ഷൻ ഉണ്ടായത്. അതാണ് .com ബബിൾ. വിപ്രോ പോലുള്ള IT കമ്പനികളുടെ സ്റ്റോക്ക് ഹൈ റോക്കറ്റ് പോലെ മുകളിലോട്ട് പോവുകയും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ കറക്ഷൻസ് ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട്, അത് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ എമൗണ്ടും ഇമ്പോർട്ട് ചെയ്യുന്ന എമൗണ്ടും തമ്മിലുള്ള ഇൻബാലൻസ് ആണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് IT സർവീസുകളാണ്. ഓക്കെ, .com ബബിളിൻ്റെ സമയത്ത് ഫിസിക്കൽ ഡെബിറ്റും മാനേജബിൾ ആയിരുന്നു. എന്നാൽ ഇൻഫ്ലേഷൻ വളരെ ലോ ആയിരുന്നു. എന്നാൽ ഡെപ്റ്റ് ടു GDP നമുക്ക് അത്രയും ഒരു പോസിറ്റീവ് ആയിരുന്നില്ല എന്ന് നമ്മൾ കാണേണ്ടതായിട്ട് വരും. 2008 ഫിനാൻഷ്യൽ ക്രൈസിസ്, ഗ്ലോബൽ ക്രൈസിസിൽ നമ്മുടെ മാർക്കറ്റിൽ വലിയ പ്രോബ്ലംസ് നമ്മൾ നേരിട്ടതാണ്. 50% വലിയ കറക്ഷൻസ് വന്നതാണ്. എന്നാൽ ആ സമയത്ത് നമുക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം വന്നത് പെട്രോളിയം വില കൂടുകയും നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യുകയും ഗവൺമെൻറ് അതൊരു രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് പോകുകയും ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിന് അത്രയും വലിയൊരു കറക്ഷൻ വന്നത്. അതിനുശേഷം യൂറോസോൺ ഡെബിറ്റ് ക്രൈസിസ് വന്നപ്പോഴും നമ്മുടെ ഡെപ്റ്റ് ടു GDP ഇൻക്രീസ് ചെയ്യുകയും ഫിസിക്കൽ ഡെഫിസിറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുകയൊക്കെ ചെയ്തു. 2020 പാൻഡമിക്കിൻ്റെ സമയത്ത് നമുക്ക് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും മാനേജബിൾ ആയിരുന്നു. എന്നാൽ ഗ്ലോബലി അത്തരത്തിലുള്ളൊരു പാൻഡമിക് വന്നതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിൽ അത്രയും വലിയൊരു കറക്ഷൻ വന്നത്. ഈ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ NPA നോക്കുകയാണെങ്കിൽ ഓരോ സമയത്തും ആ സമയത്ത് നമ്മൾ ബാങ്കിങ് സെക്ടറിൽ ഉൾപ്പെടെ നമുക്ക് വലിയ NPAs ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് മെയിനിൽ പറയാനുള്ളത്. ഇന്ന് ഇന്ത്യൻ ഗവൺമെൻറ് എങ്ങനെയാണ് ഈ മേജറായിട്ടുള്ള 5 ഫിനാൻഷ്യൽ പില്ലേഴ്സിനെ മാനേജ് ചെയ്യുന്ന കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നിലയിലാണ്. ഇന്ത്യ ഒരു 3 കൊല്ലത്തിനുള്ളിൽ തന്നെ സർപ്ലസ് ആയിട്ടുള്ള എക്സ്പോർട്ടിംഗ് നടത്തും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഏറ്റവും ബെസ്റ്റ് പൊസിഷനിലാണ്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൽ നമുക്ക് യാതൊരു പ്രോബ്ലവും ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. ഇനിയും ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ കേസിലോട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ്? ആക്ച്വലി
നമുക്കറിയാം നമ്മളൊക്കെ എങ്ങനെയാണ് ലൈഫിൽ ചിലവുണ്ടാക്കുന്നത്. നമുക്കൊരു മന്ത്ലി ഇൻകം ഉണ്ട്. ആ ഒരു മന്ത്ലി ഇൻകത്തിൽ ചിലവാക്കുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചിലവാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ എക്സ്ട്രാ പൈസ എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് തന്നെ നമ്മളത് തിരിച്ചടച്ച് ആ ലോൺ ക്ലോസ് ചെയ്യാറുണ്ട്. എന്നാൽ ഗവൺമെൻറ്റുകൾ ഇങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. പല ഗവൺമെൻറ്റുകളുടെ ഇൻകത്തിനേക്കാൾ ഇരട്ടിയായിരിക്കും അവരുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പെൻഡിച്ചർ, ഈ ഒരു ഇൻകം എക്സ്പെൻഡിച്ചർ മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് വലിയ കാര്യമായിട്ട് കൂടിപ്പോകാനായിട്ട് പാടില്ല. കാരണം ഇത് മാനേജ് ചെയ്യണം. കാരണം കടമെടുക്കുന്ന പൈസയൊക്കെ ഫ്യൂച്ചറിലാണെങ്കിലും നമുക്ക് തിരിച്ചടയ്ക്കണം. നമ്മൾ ഈ ശ്രീലങ്കയുടെ കേസാണെങ്കിലും പാകിസ്ഥാൻ്റെ കേസാണെങ്കിലും ഇതൊക്കെ നമ്മൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കേട്ടതാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് മാനേജ് ചെയ്യുന്ന ഒരു രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ത്യ വന്നിരിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് വളരെ മികച്ച രീതിയിൽ കുറച്ചു കൊണ്ടുവരികയും നിർമ്മലാ സീതാരാമനൊക്കെ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മികച്ച ഗവൺമെൻറ് മാനേജ്മെൻറ്റ് ഈ ഒരു കാര്യത്തിൽ ഇന്ത്യക്ക് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്തത് ഇൻഫ്ലേഷനാണ്. നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ്റെ അവസ്ഥ എന്താണ്? ഇൻഫ്ലേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഇൻഫ്ലേഷൻ്റെ ചാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്ത്യൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ചരിത്രത്തിൽ തന്നെ അടുത്ത കാലഘട്ടങ്ങളിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് റേറ്റിലാണ്. ഏകദേശം 3% തൊട്ട് മുകളിൽ മാത്രമേ ഉള്ളൂ. 7%, 6% കൺസിസ്റ്റൻ്റായിട്ട് നിന്നുകൊണ്ടിരുന്ന ഇന്ത്യയിൽ നമ്മുടെ ഇൻഫ്ലേഷൻ ഒരു ലോ റേറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ വളരെ മികച്ച രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പില്ലറും വളരെ സ്ട്രോങ് ആണ്. എന്നാൽ ഈ പറയുന്ന ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നമ്മുടെ രാജ്യത്ത് വലിയൊരു പ്രോബ്ലമാണ്. അതുകൂടി മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഒരു 3% താഴത്തോട്ട് നമ്മുടെ ഗവൺമെൻറ്റിന് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ബാങ്കിങ് സിസ്റ്റമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാങ്കിങ് സിസ്റ്റമാണ്. കിട്ടാക്കടം നമ്മുടെ രാജ്യത്ത് ഒരു വലിയ പ്രോബ്ലമായിരുന്നു. നമുക്കറിയാം വലിയ വലിയ ആളുകൾ കടമെടുത്തുകൊണ്ട് നാട്ടിൽ നിന്ന് മുങ്ങുന്ന ഒരു പ്രോബ്ലം ഇന്ത്യ നേരിട്ടിരുന്നു. എന്നാൽ അതിൽ നിന്ന് രാജ്യം വളരെ മികച്ച രീതിയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം നമ്മുടെ NPA നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത് 0.6% കുറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് 2.8 ഒക്കെയാണ് നമുക്ക് മൾട്ടി ഇയർ ലോ ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ വളരെ മികച്ച രീതിയിലോട്ട് നമ്മുടെ കിട്ടാക്കടം കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമാണ്. അതായത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാങ്കിങ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെയും ഒരു പ്രോബ്ലം ഇല്ല. ഫിസിക്കൽ ഡെഫിസിറ്റിലൊരു പ്രോബ്ലം ഇല്ല. എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡെഫിസിറ്റിലൊരു പ്രോബ്ലം ഇല്ല. ഇൻഫ്ലേഷനും ഓക്കെയാണ്. ഇനിയും വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ് ഡെപ്റ്റ് ടു GDP റേഷ്യോ ആണ്. ഡെപ്റ്റ് ടു GDP റേഷ്യോ 2012 മുതൽ 2016 വരെ നമ്മൾ വളരെ നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരികയായിരുന്നു. എന്നാൽ 2020 ഈ പാൻഡമിക് വന്നതോടുകൂടി ഗവൺമെൻറ്റിന് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരികയും ഡെപ്റ്റ് ടു GDP റേറ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം നമ്മുടെ ഗവൺമെൻറ് വളരെ മികച്ച രീതിയിൽ അതിനെ കുറച്ച് കൊണ്ടുവന്നു. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഡെപ്റ്റ് ടു GDP റേഷ്യോ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും മെഷേഴ്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടം തന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡ് കുറച്ച് കൊണ്ടുവരികയല്ല ഗവൺമെൻറ് ചെയ്തത്, ഇൻകം കൂട്ടിക്കൊണ്ട് സ്പെൻഡ് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതൊരു രീതിയിലും നമുക്ക് ബാഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന യാതൊരു കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യുന്നില്ല. നമ്മുടെ എക്കണോമിനെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ബഡ്ജറ്റിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കുകയാണെങ്കിൽ പോലും ഇത് 2020 കൂടിയിട്ടുണ്ടെങ്കിലും പിന്നെ വളരെ മികച്ച രീതിയിൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് നോക്കുന്നുണ്ട്. ഇത് മാത്രമല്ല 2022-21 വരെയൊക്കെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു മാർജിൻ കൂടി എടുത്തിട്ടാണ്. ഒരു സ്റ്റോക്ക് മേടിക്കുമ്പോൾ മാർജിൻസ് കൂടി പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ സെബിയുടെ പുതിയ നിയമപ്രകാരം സ്റ്റോക്ക് മാർക്കറ്റിൽ മാക്സിമം മാർജിൻ കുറയ്ക്കുകയും സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട് ഫുൾ എമൗണ്ട് യൂസ് ചെയ്യുകയും ചെയ്തു. അത് മാത്രമല്ല ഇന്ത്യയിൽ SIP ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഹ്യൂജ് മണി വരികയും 6000-5000 കോടി രൂപ മാത്രമുണ്ടായിരുന്ന മന്ത്ലി SIPs ഇന്ന് രാജ്യത്ത് 23,000 കോടി രൂപയാണ് ഓരോ മാസവും ഇന്ത്യൻ സെക്കൻഡറി മാർക്കറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മേജർ പില്ലേഴ്സും ഇത്രയും ലിക്വിഡിറ്റിയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വലിയ 50% കറക്ഷൻ വരാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. എന്നാൽ കൊറോണ പോലുള്ള വലിയ പാൻഡമിക്സ് ഒക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ
അതൊന്നും നമ്മുടെ കയ്യിൽ കിടക്കുന്ന കാര്യമല്ലല്ലോ. നമ്മൾ ജീവിച്ചിരുന്നാലല്ലേ, അല്ലെങ്കിൽ ലോകം നിലനിന്നാലല്ലേ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. ഗ്ലോബൽ മാർക്കറ്റ് ഒരു 10% വീഴുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു 5% മാത്രമേ വീഴൂ. 5%-ൻ്റെയോ 7%-ൻ്റെയോ 8%-ൻ്റെയോ നോർമൽ കറക്ഷൻസ് അല്ലാതെ ഒരിക്കലും ഒരു 30%-ൻ്റെയോ 40%-ൻ്റെയോ വലിയ കറക്ഷൻസിലോട്ട് നിഫ്റ്റി അടുത്ത കാലത്തൊന്നും ഈ ഒരു സ്ട്രക്ചർ വെച്ചുകൊണ്ട് പോകാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച അവസരം. വളരെ മികച്ച ലാർജ് ക്യാപ്പുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ ഒരു അവസരം, ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ അവസരം ഇനി ഒരു പക്ഷേ 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കിട്ടി എന്നിരിക്കില്ല. അപ്പോൾ ഈ ഒരു അവസരം ഇപ്പോൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. വളരെ മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു.